ഹേ ഓൾ സോ വെൽക്കം ടു അനദർ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഞാൻ വ്ളോഗ് ഇടുന്നു പറഞ്ഞു, പക്ഷേ സന്ദർഭവും സാഹചര്യം അങ്ങോട്ട് ഒത്തു വന്നില്ല. കുറച്ച് മാംഗോസിൻ്റെ റെസിപ്പീസ് ഒക്കെ ഷൂട്ട് ചെയ്യായിരുന്നു, അതാണ് ചെറിയൊരു ഡിലേ ആയത്. ഓക്കെ, ഐ ആം ദ വെരി സോറി. ഇനി എന്തായാലും ഇൻഷാല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഞാൻ വ്ളോഗ് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ വ്ളോഗ് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇനി അടുത്ത ഒരു അടിപൊളി ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കണം കേട്ടോ. അതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും, കാരണം ഞാനത് അത്രയും പ്ലാൻ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വ്ളോഗ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടോ 2 ദിവസം കഴിഞ്ഞിട്ടോ ഞാനത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ അമ്മ നല്ല അടിപൊളിയായിട്ട് ബാൽക്കണി ഡീപ് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചട്ടികളുടെ കളർ ഭയങ്കര മോശമായിരുന്നു, ചളിയൊക്കെ പിടിച്ചിട്ട് അതൊക്കെ വൃത്തിയാക്കി ഒക്കെ അമ്മ എൻ്റർ ചെയ്തത്. ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ കാണുന്നത് ഇതാണ്. പ്ലാന്റ്സ് മാറ്റി, പിന്നെ ആ റെയിൽ വെച്ചിട്ടുള്ള ചെറിയ ബാസ്ക്കറ്റ്സ് ഒക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ഭയങ്കര സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. ഇന്നൊരു മാരേജ് ഉണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്കൂളിൽ പഠിച്ചൊരു ഫ്രണ്ടിൻ്റെ മാരേജ് ഉണ്ട്. അപ്പോൾ അതിന് പോകണം. പിന്നെ എന്താ പറയുക, ചെറിയ ഷോപ്പിംഗ് ആസ് യൂഷ്വൽ. ഇന്നൊരു ഡേ എങ്ങനെയാണോ ഒരു കുഞ്ഞ് ഡേ, എൻ്റെ എല്ലാ ദിവസവും ശരിക്കും ഒരേപോലെയാണ് കേട്ടോ. ഭയങ്കര ഡിഫറെൻ്റായിട്ട് കുറവാണ്. പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു. എന്താ പറയുക, വെക്കേഷൻ ആണല്ലോ, അപ്പം നമ്മളുടെ ലൈഫും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. രാവിലെ എണീറ്റപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല മന്ദപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ നല്ലൊരു കൂളി കൊണ്ട് പാസ്സാക്കി, എന്നാലും എനിക്കൊരു വെളിവ് വരുള്ളൂ തലക്ക്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി നല്ല സെറ്റായി കല്യാണത്തിന് പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സംഭവം മാറിപ്പോയി, നിക്കായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ ഒപ്പം +2 പഠിച്ചിട്ടുള്ള ആൾ. നിങ്ങൾ ഒരു വ്ളോഗിൽ അവളെ കണ്ടിട്ടുണ്ടാവില്ല, ഒരു വ്ളോഗിലൊക്കെ എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് കണ്ടിട്ടുണ്ടാകും, പക്ഷെ എന്നാലും ഓർക്കാൻ ചാൻസ് ഇല്ല. പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ കല്യാണം പറയുമ്പോൾ ഞാൻ മാക്സിമം ഒഴിഞ്ഞു പറയുന്നു കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, എനിക്കിപ്പോൾ എല്ലാ കല്യാണത്തിനും പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കും, ഞാൻ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്യും കേട്ടോ. നമുക്ക് ഫുഡ് മെയിനാണ്, പക്ഷെ നമ്മളിങ്ങനെ ഇരിക്കും, പരിപാടീസൊക്കെ കാണും. എന്താ പറയുക, നമുക്ക് ആ സ്റ്റേജിലേക്ക് നോക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാൻ എല്ലാ കല്യാണത്തിനും പോയാലും ഞാനൊന്ന് സൈഡിൽ ഇരിക്കും, എന്നിട്ട് കുറേ നേരം ഞാൻ ആ സ്റ്റേജിലേക്ക് ഇങ്ങനെ നോക്കും. രണ്ടാളെയും ഫേസിക്ക് നല്ല ഭംഗിയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വെഡ്ഡിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓലെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ലൈക്ക് നമ്മളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കും. പിന്നെ ഓലപ്പത്തെ ഒരു ഫേസ്, പണ്ടത്തെ ഒരു ഫേസും വെച്ച് നമ്മളിങ്ങനെ നോക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഓലെ കാണുമ്പോൾ. അങ്ങനെ സ്റ്റേജ് നോക്കിയിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കേക്ക് കഴിക്കാൻ ഭയങ്കര പൂതി. ഞങ്ങൾക്ക് 3 ആക്കും. ഞങ്ങൾ 5 പേര് ഒരേ ക്ലാസ്സിലായിരുന്നു. അതിലൊരാൾ വന്നിട്ടില്ല. ഞങ്ങൾ 3 ആൾക്കാരുമാണ് കല്യാണത്തിന് പോയത് കേട്ടോ. പിന്നെ എന്താ പറയുക, അവിടുന്ന് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ കഫേയിൽ പോയിട്ട് കേക്ക് കഴിക്കാനായിട്ട് പോയി കേട്ടോ. മഞ്ചേരി ബ്രൗൺ ബീൻസ് ഒരു മിൽക്ക് കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ ഡ്രസ്സ് കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കും എല്ലാ ദിവസവും ഈ ഡ്രസ്സ് തന്നെ അല്ലേ. സംഭവം ഞാൻ ഊരിട്ടതായിരുന്നു കേട്ടോ. ഒരിടലും കൂടി ഇട്ടാൽ നമുക്ക് തിരുമ്പ, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോകണ്ട. പിന്നെ വീട്ടിൽ പോകുന്നതിന് മുന്നേ നമ്മൾ പോരാളിക്ക് നമ്മൾ എന്തെങ്കിലും വാങ്ങണം, അല്ലെങ്കിൽ പിണങ്ങും. ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം എൻ്റെ അമ്മ നല്ല അടിപൊളി കുഞ്ഞിപ്പത്തിലൊക്കെ സെറ്റാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു നല്ല കല്യാണ ബിരിയാണി കഴിച്ചാൽ എല്ലാവർക്കും ഉറങ്ങണം എന്നായിരിക്കുമല്ലേ പൂതി. പക്ഷേ എനിക്കങ്ങനെയല്ല. എനിക്ക് ചില സമയത്ത് ഉറക്കം വരും, പക്ഷെ ചില സമയത്ത് ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഞാനും എൻ്റെ പോരാളിയും കൂടി ഇരുന്ന് ഈ കുഞ്ഞിപ്പത്തിന് ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും പല ഡിഫറെൻറ്റ് സൈസ് നിങ്ങൾക്ക് കയ്യിൽ കാണാനായിട്ട് പറ്റും, കാരണം രണ്ടാളെ നല്ല പരത്തിയത്. അപ്പോൾ അങ്ങനെയാണ് വരിക. പിന്നെ ഉമ്മാൻ്റെ കുഞ്ഞിപ്പത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതേപോലെ ഈന്തുപിടി നല്ല ടേസ്റ്റാണ്. അതേമാതിരി എന്താ പറയുക, പൂളിയും മത്തിക്കറിൻ്റെ അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഈന്തുപിടീൻ്റെ ഇമ്പേൻ അതേപോലെ കുഞ്ഞിപ്പത്തിൻ്റെ ഒക്കെ റെസിപ്പീസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷബ്ന റൂബി എന്നാണ് അക്കൗണ്ടിൻ്റെ പേര്. അപ്പോൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്ക് നിൻ്റെ വയറ്റത് കോഴിക്കുട്ടി കിടന്ന കരയുന്നത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കുഞ്ഞിപ്പത്തിൽ ഉടനെ കഴിക്കുമ്പോഴല്ല, കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാൻ എന്താക്കി, ഒരു നൂഡിൽസൊക്കെ ഉണ്ടാക്കി ആ ടൈം കൊണ്ട്. എന്നിട്ട് ഞാൻ നൂഡിൽസ് കഴിച്ചു. എന്നിട്ട് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഈന്തുപിടിയില്ല കുഞ്ഞിപ്പത്തിനും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ പരിപാടീസൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്ത് പോകാനായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഉമ്മാക്കുള്ള ഒരു പ്രത്യേകത അസുഖമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഒരു 2 ദിവസം അടുപ്പിച്ച് ഞങ്ങൾക്ക് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കാനായിട്ട് പറ്റില്ല. ഞങ്ങൾക്ക് പുറത്ത് പോകണം, വെറുതെ ഒന്ന് നടക്കാനായിട്ടെങ്കിലും പോയാൽ മതി. ഞങ്ങൾക്ക് വീട്ടിലിങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോൾ ഭയങ്കര പ്രാന്താണ്. പുറത്തൊക്കെ പോയിട്ട് കയ്യും പിടിച്ചിങ്ങനെ നടന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചിങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, അടിപൊളിയാണ്. ഞാൻ എൻ്റെ കുറേ വ്ളോഗ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ പിന്നെയും പറയാം. എന്താ പറയുക, അത് അടിപൊളിയാണ് കേട്ടോ. അത് ഇപ്പോൾ നമ്മളുടെ പേരൻസിൻ്റെ കാര്യം മാത്രമല്ല, ഈവൻ യുവർ പാർട്ട്ണർ, നമ്മളുടെ മക്കളാണെങ്കിലും ആരാണെങ്കിലും എന്താ പറയുക, നമുക്കിഷ്ടമുള്ള ആൾക്കാരൊപ്പം അങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നമുക്ക് എന്തും തുറന്ന് പറയാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളൊപ്പം ഇങ്ങനെ കയ്യും പിടിച്ച് നടക്കുമ്പോൾ നല്ല ഒരു സ്ട്രെസ് റിലീഫ് ആണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിനി അജ്ഫാനിൽ പോവാണ് കേട്ടോ. നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനായിട്ട്. മെയിനായിട്ട് നമ്മൾ എന്ത് വാങ്ങാൻ പോകുന്നു, ചോക്ലേറ്റ് വാങ്ങാനാണ് നമ്മൾ പോകുന്നത്. കയറി ചെന്നത് വിൻ്റെ കണ്ട് നേരെ പോയി പെട്ടത് ആ ഒരു ബൗണ്ടിമൊക്കെ ഇരുന്നിട്ട്. എനിക്ക് ബൗണ്ടി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ ചിപ്സൊക്കെ കണ്ടത് ഞാനങ്ങ് ഫ്ലാറ്റ് ആയിപ്പോയി. പിന്നെ ലിൻഡിൻ്റെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇൻഷാല്ലാ ലിൻഡിൻ്റെ ചോക്ലേറ്റ് ട്രൈ ആക്കണമെന്നുണ്ട്. ഞാൻ ഒരു വട്ടം ലിൻഡിൻ്റെ ചോക്ലേറ്റ് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അതങ്ങോട്ട് കഴിച്ചത് ഞാൻ അതിൻ്റെ ഫാനായി പോയിട്ടുണ്ട്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കേട്ടോ അത്. നമുക്ക് എപ്പോഴൊന്നും വാങ്ങാൻ പറ്റില്ല, അപ്പോൾ ഇൻഷാല്ലാ വാങ്ങണം. ആൻഡ് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല
അടിപൊളി ക്വാളിറ്റി ചോക്ലേറ്റ്സ് ആയിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫ്രൂട്ടിൻ്റെ ഫില്ലിങ് വരുന്ന ഒരെണ്ണമുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പലതരം സൗണ്ടുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. രാത്രി 2:30 ഇരുന്നിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. പട്ടികളുടെ സൗണ്ടും വണ്ടിൻ്റെ സൗണ്ടും ഒക്കെ ഉണ്ടാകും. അതൊക്കെ അങ്ങോട്ട് ക്ഷമിക്കുക. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കയ്യും പിടിച്ച് കുറച്ച് നേരം ഇങ്ങനെ നടക്കുമ്പോൾ ഈ തെറാപ്പിയൊക്കെ എക്സ്പെൻസീവ് എന്ന് പറയില്ലേ, പക്ഷേ ഈ ഒരു തെറാപ്പി ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എക്സ്പെൻസീവ്. കോട്ടക്കുന്ന് പോയാൽ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും കേട്ടോ അവിടെ. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഇതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം, ഉപ്പിലിട്ട ഐറ്റംസ് കഴിക്കുക എന്നുള്ളത്. പിന്നെ എനിക്ക് റെസിപ്പി ഷൂട്ട് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഫ്രൈസും കൊക്കോ പൗഡറും കേക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റംസും വിപ്പിംഗ് ക്രീം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് അത്യാവശ്യം രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികം നമ്മൾ റീൽസ് ഷൂട്ട് ചെയ്യുന്നത് രാത്രിയാണ്. അപ്പം ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഞാനത് നേരത്തെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഐസ്ക്രീം പോയായിട്ടുണ്ട് കേട്ടോ വിപ്പിംഗ് ക്രീമൊക്കെ. ഇനി ഇത് ഒരുക്കി വരണമെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും. പക്ഷേ ഞാനത് അങ്ങനെ തന്നെയാണ് വിപ്പ് ചെയ്തു. വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് വിപ്പ് ചെയ്തത്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് കിട്ടി. പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ടായിരിക്കും ആരാണ് ഈ റെസിപ്പീസൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളെ ചാനലിൽ പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഈ നാടൻ ഐറ്റംസൊക്കെ എൻ്റെ അമ്മയാണ് കേട്ടോ കുക്ക് ചെയ്യണത്. നല്ല മൈലാഞ്ചി ഇട്ട കൈയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അമ്മയാണ് ഉണ്ടാക്കുന്നത്. മൈലാഞ്ചി ഇല്ലാത്ത കൈകളാണ് എൻ്റെ. ഈ നാടൻ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, കേരള സ്റ്റൈൽ ഫുഡ്, പിന്നെ അതേപോലെ ചിക്കൻ, മീൻ, ബീഫ്, അങ്ങനെ എല്ലാ ട്രഡീഷണൽ നല്ല അടിപൊളി നാടൻ ഫുഡൊക്കെ ഇമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫുഡിൽ അത്ര എക്സ്പേർട്ടല്ല. എനിക്ക് ഒന്നുകൂടി ഉണ്ടാക്കാൻ ഇഷ്ടവും പിന്നെ കുറച്ചും കൂടി നല്ലോണം അറിയുന്നത് കേക്ക്, പാൻ കേക്ക്സ്, ബ്രൗണീസ്, പിന്നെ അതേപോലെ പുഡിങ്സ്, പിസ്സ, ബർഗർ, അങ്ങനത്തെ മോഡേൺ ഐറ്റംസ് ഉണ്ടല്ലോ, അതേ നമുക്ക് നടക്കണുള്ളൂ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പണ്ട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് നല്ലൊരു ഫോണില്ലായിരുന്നു, നല്ല ട്രൈപോഡ് ഇല്ലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഐഫോണൊക്കെ ഒരു സ്വപ്നമായിരുന്നു കേട്ടോ. അന്ന് ഞാൻ നല്ല സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ കുക്കിംഗ് വീഡിയോസ്, ഈ ചാനൽ ഒരു കുക്കിംഗ് ചാനൽ മാത്രമായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഇവിടെ വരെ എത്തി എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മളുടെ ഹാർഡ് വർക്ക് പേസ് ഓഫ് എന്നൊക്കെ പറയില്ലേ. ഞാൻ എപ്പോഴും മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യം എന്നിട്ട് ഇതേപോലെ ഒരു ക്ലീൻ സ്പേസ് കിട്ടണം, ഇതേപോലത്തെ ക്യാൻഡിൽസ്, ഇങ്ങനത്തെ പ്രോപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം, നല്ലൊരു എസ്തെറ്റിക് വൈബ് കൊണ്ടുവരണം എന്നൊക്കെ. പക്ഷേ അന്ന് ആ വീട്ടിൽ നമുക്ക് കുഴപ്പമില്ലാത്ത നല്ല ലൈറ്റിങ് ഉണ്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ നമ്മൾ ആ ഉള്ളതിൽ എന്തായിരുന്നു അങ്ങനെ അതിലായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ എം ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഐ ഹാഡ് ബിഫോർ ആൻഡ് വാട്ട് ഐ ഹാവ് ടുഡേ. ഉള്ളതിന് നമ്മൾ നന്ദി പ്രകടിപ്പിച്ചാൽ പഠിച്ചാൽ നമുക്ക് വീണ്ടും തരും. നമ്മളുടെ ഓരോ സ്റ്റേജസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ല സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് ആ ഒരു ടൈമിൽ. നമ്മളുടെ വീഡിയോസ് ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വാളിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിലും ആദ്യമായിട്ട് നമ്മളുടെ ഒരു വീഡിയോ 1 million ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അത്രയും നമ്മൾ വണ്ടടിച്ചൊരു ടൈമായിരുന്നു അത്. അതും ലോങ് വീഡിയോ ഒക്കെ ആട്ടോ 1 million ആയിട്ടുണ്ടായിരുന്നത്. അന്ന് ഈ ഷോർട്സും കാര്യങ്ങളൊന്നും ഇല്ല. വേറെ യൂട്യൂബേഴ്സിനൊക്കെ നോക്കുമ്പോൾ നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല ക്യാമറ ഒക്കെ കാണുമ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കാണുമോ, പക്ഷെ എന്നാലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമ്മളെ വീഡിയോസ് എന്തെങ്കിലും ഒരു ദിവസം നമ്മളെ ചാനലും നല്ല രീതിയിലൊക്കെ എത്തും. ആൻഡ് ഇപ്പോൾ എനിക്ക് കിട്ടണ സപ്പോർട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും ഹാപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് പോയാൽ ചെറിയ മക്കൾ മുതൽ വലിയ ആൾക്കാർ വരെ അധികം നമ്മളെ റെസിപ്പീസാണ് ചോദിക്കുന്നത്. ഇതുമ്മ ഉണ്ടാക്കുന്ന റെസിപ്പീസ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് ഉള്ളത് ആ ഒരു റെസിപ്പീസിനൊക്കെയാണ്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്നൊന്നും ഒരിക്കലും റിസൾട്ട് കിട്ടൂല. മെല്ലെ ഇരിക്കും. അതിൻ്റെ ഒരു ടൈം എപ്പോഴാണോ അപ്പോഴേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക, നമ്മുടെ മാക്സിമം എഫേർട്ട് അതിലിടുക. ഞങ്ങൾ നമുക്ക് ഒട്ടും ഒരു 100 വ്യൂ അടുപ്പിച്ച് കിട്ടുന്ന ആ ഒരു ടൈമിൽ ഞാനുമ്മയും ഒരു ദിവസം 3 റെസിപ്പീസ് നമ്മൾ ഷൂട്ട് ചെയ്യും. അത് അപ്പം തന്നെ എഡിറ്റ് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മൾ ആ 3 റെസിപ്പീസും ഓരോ ടൈം ഫിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇടും. പറയുമ്പോൾ നമുക്ക് വ്യൂസ് ഒന്നുമില്ല, പക്ഷെ നമ്മൾ അത്രയും ട്രൈ ചെയ്തിട്ടുണ്ട് നമ്മളെ വീഡിയോസ് കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കാൻ, നല്ല വ്യൂസ് കിട്ടാൻ, ഇതിൽ നിന്നൊരു നല്ല ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അൽഹംദുലില്ലാ ഞാൻ ഭയങ്കര എന്തോ സംഭവം എന്നല്ല കേട്ടോ ഞാൻ പറയണത്. ഞാൻ ഉള്ളതിൽ ഇപ്പം ഞാൻ എവിടെയാണുള്ളത് ആ ഒരു ഇതിൽ ഞാൻ നല്ല ഹാപ്പിയാണ്. പറഞ്ഞിപ്പോൾ നമ്മൾ എവിടെയും എത്തിയില്ലേ. അപ്പോൾ ഞാൻ ഒരു റെസിപ്പി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാംഗോസൊക്കെ കട്ട് ചെയ്ത് റെസിപ്പി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ തന്നെ ഒരു ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കണം. രാത്രി ഒരു 12 മണി ആ ടൈമിലാട്ടോ. ശരിക്കും ഈ ടൈമിൽ നമ്മൾ ഇങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ്, പക്ഷേ എനിക്ക് നല്ല വിശന്നു. അങ്ങനെയായിട്ട് ഞാൻ ഉണ്ടാക്കിയത്. ലോഡഡ് ഫ്രൈസ് അല്ല, ചീസി ഫ്രൈസ് അങ്ങനെ പറയാം. ഒന്നും ലോഡഡ് ആയിട്ടൊന്നും പറയാൻ മാത്രമല്ല. പിന്നെ ഞാൻ കുറച്ച് സ്ട്രിപ്സ് പൊരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കസിൻ്റെ ഓലിങ്ങനെ ഉണ്ടാക്കി
കൊടുക്കുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് തന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്ട്രിപ്സ്. ഞാൻ ഈ സംഭവം 2 കഴിക്കാൻ വിചാരിച്ചിട്ടാട്ടോ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 3 ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. എനിക്കറിയാം ഈ വീഡിയോയിൽ എസ്തെറ്റിക്സ് വളരെ കുറവാണെന്നുള്ളത്. പക്ഷെ എന്തായാലും ഇൻഷാല്ലാ ഇനി വരുന്ന അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ ഇത്രേ ഉള്ളൂ.